അവര് പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന്. സദാചാര പ്രസംഗവുമായി യു പ്രതിഭ എംഎൽഎ. നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെ മതിയെന്നാണ് പ്രസംഗം. തുണി ഉടുക്കാത്ത താരം വന്നാൽ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. എല്ലാവരും ഇടിച്ചു കീറുകയാണ്. അത് നിർത്താൻ പറയണം. തുണി ഉടുത്ത് വരാൻ പറയണം. നടൻ മോഹൻലാലിനെയും പ്രതിഭ വിമർശിച്ചു. മോഹൻലാൽ നടത്തുന്ന ഒരു ഒളിഞ്ഞോട്ട പരിപാടി ഉണ്ട് എന്നും മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുന്നതാണ് പരിപാടിയെന്നും പ്രതിഭ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ. നമ്മുടെ സമൂഹത്തിൽ സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണ്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കട ഉദ്ഘാടനത്തിന് സിനിമാ താരങ്ങൾ, അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ. എന്തിനാ അത്? ഇത്രയ്ക്ക് വായ്പോകളാണോ കേരളത്തിലെ മനുഷ്യര്? അതിലുണ്ട് കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാവരും അവിടെ തിരിച്ചു കയറുക. ആ രീതിയൊക്കെ മാറണം. അത്താരം പറയണോ നിങ്ങൾ തുണി എടുത്ത് വന്നാൽ മതി എന്ന് പറയും. സത്യം മാത്രമേ ഞാൻ പറയൂ, അത് ആരുടെ മുഖത്ത് നോക്കിയും പറയും. ഇതൊന്നും സദാചാരവാദം പറഞ്ഞാൽ എന്റെ നേരെ ഇടി ഉണ്ടാക്കാൻ വരരുത്. എന്താണ് ഇങ്ങനെയൊക്കെ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാന്യമായി വസ്ത്രധാരണം ധരിക്കുക എന്നുള്ളത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അത്യാവശ്യം. കേരളത്തിൽ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടി ഉണ്ട് വൈകുന്നേരം. മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുക, അവരുടെ പാൻറ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇങ്ങനെ കുറെ വാങ്ങിയുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് അനശ്വരനായ നടനാണ്, ഭയങ്കര മനസ്സാക്ഷിയില്ല, സംസാരിക്കരുത്. നടനാണ് മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. താൻ രാജാക്കന്മാരാണോ ജനാധിപത്യത്തിൽ വരേണ്ട? ഒന്നുമല്ല. സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യർ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? ഞാൻ പോകുന്നു. ബൈ ബൈ.